ചോദിക്കാനുണ്ടോ ആദിനാഥിനോട് സംശയങ്ങൾ? അതിനകത്ത് വീഡിയോ ഓൺ ചെയ്യോ? സംശയങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. എനിക്കൊരു സംശയമുണ്ട് ആദിനാഥ്, എന്താണ് ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത്? മൊഡ്യൂള് ഇതിന്റെ പ്ലേ സിസ്റ്റം എന്ന് പറയും, പ്ലേയിങ് സിസ്റ്റം. ഇപ്പൊ നമ്മളൊരു ഏത് സാധനം വെച്ചാൽ ഈ ആംപ്ലിഫയറിനകത്ത് തന്നെ ഒരു മൊഡ്യൂൾ സിസ്റ്റം ഉണ്ട്. ഇതിന്റെ അകത്ത് ഇത് ഇനി അഴിച്ചാലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതാ ഈ സെക്ഷൻ കണ്ടോ, പുറത്തുള്ളത് കാണിച്ചുകൂടി കാണിച്ചു തരാവോ? പുറത്തുള്ളത് കാണിച്ചു തരാവോ? ഈ സെക്ഷൻ ഇതാ ഈ സാധനമാണ്, ഇത് സെയിം ഐറ്റമാണ് ഇതിൽ ഇരിക്കുന്നത്. എന്നാൽ അതിലെ കൺട്രോൾ സിസ്റ്റവും കൂടെ വരുന്നതുകൊണ്ടാണ് അതിന് ആംപ്ലിഫയർ അല്ലെങ്കിൽ ആംബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സെറ്റിങ്സ്. ആദ്യം മൊഡ്യൂൾ സെറ്റിങ്സ് ആണ് ഇതിന്റെ നടുക്കിരിക്കുന്ന മൊഡ്യൂൾ സെറ്റിങ്സ്. ഇതിന്റെ ഇത് തൊട്ട് ഇതുവരെ ഒരു ബോർഡ് ഉണ്ട് താഴെക്കൂടെ. അതിലാണ് ഈ വോളിയം, ബാലൻസ്, ട്രിബിള്, ബാസ് അങ്ങനെയുള്ള ഈ 3 സാധനങ്ങൾ വരുന്നത്, കൺട്രോളിങ് സിസ്റ്റം വരുന്നത്. മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു പ്ലേയിങ് സിസ്റ്റമാണ്, പ്ലേയിങ് ആണ്. ഇതാണ് അതിന്റെ ഒരു ഫോർമേഷൻ. ഇതിന്റെ ബാക്ക് സൈഡിലാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ നമുക്കൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ തന്നെ ഏത് സ്പീക്കറിന്റെ എങ്ങനെയുള്ള സ്പീക്കർ പ്ലേ ചെയ്യാനും ഒരു ചെറിയൊരു മൊഡ്യൂൾ തന്നെയാണ്. ഒരു പ്ലേയിങ് ഇതാണ്, പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നമുക്ക് ആദിനാഥിനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാം അല്ലേ? ഒരു ചെറിയ പ്രായത്തില് ഒരു സ്പീക്കറിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയിട്ടുള്ള ആദിനാഥിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തില് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിട്ടുള്ള ആദിനാഥിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോ വെരി ഗുഡ് ആദിനാഥ്. ഇനിയുള്ള ജീവിതത്തിൽ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദന, എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ആദിനാഥ്. നമ്മൾ കണ്ടപ്പോ ആദിനാഥ് ചെറിയൊരു കുട്ടിയാണ്. അപ്പോ എന്താ പറയാ, ഇത്രയൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. അതിന്റെ ഇടയിൽ കൂടെ സ്പീക്കർ എന്ന് പറയുന്നത് ചെറിയൊരു കുട്ടി ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനം കാണിച്ചു കൊടുക്കുക, അത് നമ്മുടെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ. സോ പ്രൗഡ് ഓഫ് യു ആൻഡ് സോ ഹാപ്പി. റിംഷാന, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആദിനാഥ്, ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. ഞാൻ ഒരിക്കലും അതിനാഥിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അതിനകത്ത് പറഞ്ഞു ഒരു ലൈവ്, ഞാൻ ചോദിച്ചു ഒരു ലൈവ് സെഷൻ തന്നാൽ എങ്ങനെ ചെയ്യുന്നു, എന്ത് ടോപ്പിക്ക് തന്നാലാ ചെയ്യാൻ പറ്റാന്ന് അതിനോട് ചോദിച്ചു. അപ്പൊ അതിനകത്ത് പറഞ്ഞു അതിനകത്ത് എന്നും സ്പീക്കറിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനും ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും സ്പീക്കറിനെ കുറിച്ചിട്ട്. അപ്പൊ എനിക്ക് തോന്നി അതിന്റെ ബെസ്റ്റ് എന്ന് പറയാ, അതിനകത്ത് സ്പീക്കർ മേക്കിങ്ങിലാണെങ്കിലും അതിന്റെ ഓരോ മോഡുലേഷൻ ചേഞ്ച് ചെയ്യാനും അതിനൊക്കെ അതിനകത്ത് ബെസ്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഈ ഒരു പ്രായത്തില് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചോദിച്ചു ഇത് ലൈവ് കൊടുക്കാൻ റെഡി ആണോ, വെറുതെ ചോദിച്ചതാ. അപ്പൊ അതിനകത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് ഇത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഗ്രേറ്റ് വർക്ക്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇനിയും ആദിനാഥിന്റെ അടുത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, ആദിനാഥ് മാത്രല്ല അതിനകത്ത് തരും. അതുപോലെ പല കുട്ടികളും ചെയ്യട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഇതുപോലെ മുന്നോട്ട് വന്നിട്ട് ഞാൻ നെക്സ്റ്റ് സൺഡേ ഞാനാണ് ലൈവ് അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് വന്നിട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ കേട്ടോ.